Yo, what's up guys, I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു ഓസം വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ക്യാപ്റ്റൻ മാർവൽ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അവഞ്ചേഴ്സുമായി ഒത്തുചേരും. അതായത് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടർ ഭൂമിയിലുണ്ടെന്ന് ക്യാപ്റ്റൻ മാർവലിന് അറിയാൻ ഒരു ചാൻസും ഇല്ല. സോ എങ്ങനെ ക്യാപ്റ്റൻ മാർവലും അവഞ്ചേഴ്സും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച സാധ്യമാവും എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ മാർവൽ റിലേറ്റഡ് വീഡിയോയും നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ എത്തുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ക്യാപ്റ്റൻ മാർവൽ മൂവി മാർച്ചിലെ പുറത്തിറങ്ങുകയുള്ളൂ. ഈ വീഡിയോ ഇടാൻ കുറച്ചും കൂടി നല്ലത് ക്യാപ്റ്റൻ മാർവൽ മൂവി ഇറങ്ങിയതിന് ശേഷമായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ പുറത്തു വന്നൊരു വാർത്ത അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതായത് ഇങ്ങനെ വിചാരിക്കാം, ടോണി സ്റ്റാർക്കിനെ സ്പേസിൽ വെച്ച് ക്യാപ്റ്റൻ മാർവൽ കാണുന്നില്ല എന്ന് വിചാരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോണി സ്റ്റാർക്കിനെ ക്യാപ്റ്റൻ മാർവൽ രക്ഷിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് ഗൈസ്. സത്യം പറയല്ലോ, വളരെ കുറവാണ്. കാരണം സ്പേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ടോണി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സ്പേസിന്റെ ഏത് ഭാഗത്താണെന്ന് അറിയില്ല. ക്യാപ്റ്റൻ മാർവൽ നിക്കിന്റെ മെസ്സേജ് കിട്ടിയതിന് ശേഷം ഭൂമിയിലേക്ക് വരുന്നതിനിടയിൽ ടോണി സ്റ്റാർക്കിന്റെ ഷിപ്പുമായി കണ്ടുമുട്ടും എന്നുള്ളതിന് അതിന്റെ ചാൻസസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഒരിക്കലും മാർവൽ അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഒരു കൂടിക്കാഴ്ച ടോണി സ്റ്റാർക്കും ക്യാപ്റ്റൻ മാർവലും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഒരിക്കലും സാധ്യമാക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ക്യാപ്റ്റൻ മാർവലും ടോണിയുമായിട്ട് കണ്ടുമുട്ടേണ്ട, ക്യാപ്റ്റൻ മാർവൽ ടോണിയെ രക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മളിൽ പല ഫാൻസും കരുതുന്നത്. അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ മാർവൽ ഭൂമിയിലേക്ക് വരുന്നു, ദെൻ താനോസ് ആണ് വില്ലൻ എന്ന് ക്യാപ്റ്റൻ മാർവലിന് എങ്ങനെ മനസ്സിലാവും? അപ്പൊ ക്യാപ്റ്റൻ മാർവലും അവഞ്ചേഴ്സും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഗൈസ്, അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഫാൻസ് കരുതുന്ന പേരാണ് കാമറോൺ ക്ലെയിൻ. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആളെ മനസ്സിൽ തോന്നുന്നുണ്ടാവില്ല. കാമറോൺ ക്ലെയിൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ബട്ട് ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇയാളെ കണ്ടിട്ടുണ്ട്. 2 സിനിമകളിൽ നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയിൽ ഇയാളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമ്മളൊരു കോമിക് ബുക്കിലും ഇയാളെ കണ്ടിട്ടുണ്ട്. ഇയാളുടെ ഫോട്ടോ ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇയാളാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജറിൽ ക്യാപ്റ്റനോട് ലോയലായിരുന്ന ഒരു ഷീൽഡിലെ അംഗമാണ് കാമറോൺ ക്ലെയിൻ എന്ന് പറയുന്ന ഇയാള്. ഷീൽഡിലെ ഒരു ടെക്നീഷ്യൻ ആണ്. ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജറിൽ ബ്രോക്ക് റംലോ ക്യാപ്റ്റനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറയുമ്പോൾ, അതായത് ആ ഷിപ്പുകളൊക്കെ ഹെലികാരിയേഴ്സ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ഇവൻ അതിനെ എതിർക്കും. അതായത് ക്യാപ്റ്റൻ അമേരിക്കയോട് തന്റെ വിശ്വാസം പുലർത്തിക്കൊണ്ടിരിക്കും. സോ ആ മൂവിക്ക് ശേഷം ഷീൽഡ് തകർന്നു പോവുകയും, എന്നിരുന്നാലും കാമറോൺ ക്ലെയിനിന്റെ വിശ്വാസവും ആ ട്രസ്റ്റും ആ സത്യസന്ധതയൊക്കെ കണ്ടതിന് ശേഷം അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് സൊക്കോവിയയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെലികാരിയർ എടുക്കുന്നതില് ഹെലികാരിയറിൽ നിക്കിനെയും മരിയാഹിലിനെയും സഹായിക്കാൻ കാമറോൺ ക്ലെയിനിനെ നിക് ഫ്യൂരി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഏജ് ഓഫ് അൾട്രോണിലും കാമറോൺ ക്ലെയിനിനെ നമ്മൾ കണ്ടിരുന്നു. കാമറോൺ ക്ലെയിനിന്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ നമ്മളെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളിൽ കാമറോൺ ക്ലെയിൻ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബട്ട് സത്യം പറയാലോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ നിക് ഫ്യൂരിയും മരിയാഹിലും കാറിൽ പോകുന്ന സീനുണ്ടല്ലോ. സോ കാറിൽ പോയി ഇവര് കാറ് നിർത്തുന്നതിന് തൊട്ട് മുമ്പ് നിക് ഫ്യൂരി ക്ലെയിനിന്റെ പേര് പറയുന്നുണ്ട്. അതായത് സ്റ്റാർക്കിനെ കാണാനില്ലല്ലോ, അങ്ങനെ ആ വക സംസാരവും, അതുപോലെ തന്നെ വക്കാണ്ടയിൽ കുറെ ബോഗികൾ വന്നിട്ടുണ്ട്, ഏലിയൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിനൊപ്പം പറയുന്നുണ്ട് ടെൽ ക്ലെയിൻ വീൽ മീറ്റ് ഹിം അറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാർ നിർത്തുകയാണ്. അതായത് ക്ലെയിനിനെ കാണാനാണ് ഇവർ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മാർവലിനെ അവഞ്ചേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ക്യാരക്ടർ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്ന ക്യാരക്ടറാണ് കാമറോൺ ക്ലെയിനിൻ്റെത്. കാരണം ക്യാപ്റ്റൻ മാർവലിന്റെ പ്രീലൂഡ് കോമിക്സിലും കാമറോൺ ക്ലെയിനിന്റെ പേര് പല പ്രാവശ്യം പറയുന്നുണ്ട്. മാത്രമല്ല നിക് ഫ്യൂരിയും മരിയാഹിലും ഈ സൊക്കോവിയ അക്കോർഡ്സിന് ശേഷം ഒളിച്ചു കഴിയാൻ തീരുമാനിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ റൂട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനും ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അതുപോലെ തന്നെ അവഞ്ചേഴ്സിന്റെ വിവരങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കാനും മുൻകൈ എടുത്തത് കാമറോൺ ക്ലെയിൻ ആയിരുന്നു. സോ ബേസിക്കലി നിക് ഫ്യൂരിയുടെയും മരിയാഹിലിന്റെയും ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കാമറോൺ ക്ലെയിൻ എന്ന് പറയാം.
അങ്ങനെയാണെങ്കിൽ നിക് ഫ്യൂരിക്ക് പരിചയമുള്ള ക്യാപ്റ്റൻ മാർവലിനെ ഉറപ്പായിട്ടും ക്യാമറോൺ ക്ലെയിനിനെ അറിയാമായിരിക്കും, നേരിട്ടല്ല എന്നാലും. സോ എന്തായാലും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ എൻഡിൽ നിക് ഫ്യൂരി ക്യാമറോൺ ക്ലെയിനിനെ കാണാനാണ് പോകുന്നത്. സോ ഗൈസ്, ക്യാപ്റ്റൻ മാർവൽ പ്രീലൂഡില് നിക് ഫ്യൂരിയോട് മരിയാഹിൽ ചോദിക്കുന്നുണ്ട്, അവഞ്ചേഴ്സ് ഒക്കെ ഇപ്പം ഏതാണ്ട് ടിയർ അപ്പാർട്ടായി കഴിഞ്ഞു, അതായത് സിവിൽ വാറിന് ശേഷം അവഞ്ചേഴ്സ് പിരിഞ്ഞു കഴിഞ്ഞു, ഇനി ന്യൂയോർക്കിലുള്ളത് പോലത്തെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവർ നിങ്ങൾ പണ്ട് പറഞ്ഞ പോലെ അവർ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, അവർ വന്നില്ലെങ്കിൽ പിന്നെ ഭൂമിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ബാക്കപ്പ് പ്ലാൻ ഇല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിക് ഫ്യൂരി പറയുന്നുണ്ട്, ബാക്കപ്പ് പ്ലാൻ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ ജോലി നേരാവണ്ണം ചെയ്തു കഴിഞ്ഞാൽ അവളെ വിളിക്കേണ്ട ആവശ്യം വരില്ല എന്ന്. സോ ഓൾറെഡി നിക് ഫ്യൂരിക്ക് ക്യാപ്റ്റൻ മാർവലിനെ വിളിക്കണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാർവലിനെ വിളിക്കാനുള്ള ഒരു പ്ലാൻ നിക് ഫ്യൂരിക്ക് ഉണ്ടായിരുന്നു. ബട്ട് അവഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇതുവരെ ക്യാപ്റ്റൻ മാർവലിനെ വിളിക്കാഞ്ഞത്. ബട്ട് ഇൻഫിനിറ്റി വാറിൽ ടോണി സ്റ്റാർക്കിനെ കാണാതെയായി, അതോടെ അവഞ്ചേഴ്സിന്റെ ആ ഒരു ഡിഫൻസ് മൊത്തം പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് അവരൊക്കെ പോയി കഴിഞ്ഞു. സോ അവഞ്ചേഴ്സ് ഇപ്പൊ പഴയ പോലുള്ള ഒരു അസംബിൾ ചെയ്യാനുള്ള ഒരു കഴിവില്ല. സോ പുതിയ ഏലിയൻസിനെ തടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ന്യൂയോർക്കിലെ അറ്റാക്കിന്റെ 10 times ബിഗർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ക്യാപ്റ്റൻ മാർവലിനെ വിളിച്ചേ പറ്റൂ. അത് മാത്രമല്ല, ഇൻഫിനിറ്റി വാറിൽ എന്തായാലും നിക് ഫ്യൂരി ക്യാപ്റ്റൻ മാർവലിനെ വിളിക്കാൻ പോവുകയായിരുന്നു. അത് താനോസ് സ്നാപ്പ് ചെയ്തോ ചെയ്തില്ലേ അതല്ല നോക്കുന്നത്, നേരെ മറിച്ച് ക്യാപ്റ്റൻ മാർവലിനെ എന്തായാലും വിളിക്കാൻ പോവുകയായിരുന്നു. ബട്ട് പെട്ടെന്ന് വിളിക്കുകയല്ല, നേരെ മറിച്ച് ക്യാമറോൺ ക്ലെയിനിനെ പോയി കണ്ട് അവരുമായി സംസാരിച്ച് പതുക്കെ വിളിക്കാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് അവർ പോയ വണ്ടിയിൽ ആ ഒരു പേജറും കൂടെ കൊണ്ടുപോയിട്ടുള്ളത്. ബട്ട് തന്റെ സമയം അവസാനിച്ചു, താൻ മരിക്കാൻ പോവുകയാണെന്ന് നിക് ഫ്യൂരിക്ക് മനസ്സിലായതോടെ എത്രയും പെട്ടെന്ന് ക്യാപ്റ്റൻ മാർവലിനെ വിളിക്കാനായി ശ്രമം. അതുകൊണ്ട് തന്നെ പേജർ ഉപയോഗിച്ചു, ക്യാപ്റ്റൻ മാർവലിന് മെസ്സേജ് അയച്ചു. സോ ക്യാമറോൺ ക്ലെയിനിന് ഇപ്പൊ അറിയാം ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിക് ഫ്യൂരിയുടെ ഒരു ബാക്കപ്പ് പ്ലാൻ വരുന്നുണ്ട് എന്ന് അറിയാം. സോ മാത്രമല്ല, ക്യാപ്റ്റൻ മാർവൽ മൂവിയിൽ എന്തായാലും ക്യാപ്റ്റൻ മാർവലും ഷീൽഡും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്യാപ്റ്റൻ മാർവൽ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഷീൽഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഷീൽഡിൽ ആവും ക്യാമറോൺ ക്ലെയിൻ. മാത്രവുമല്ല, അവന്റെ പ്രീലോഡിലും ഒക്കെ പറയുന്നത് ക്യാമറോൺ ക്ലെയിനുമായിട്ട് നിക് ഫ്യൂരിയും മരിയാഹിലും മീറ്റ് ചെയ്യാൻ നിന്നത് വക്കാണ്ടയിലാണെന്നാണ്. സോ ബേസിക്കലി ക്യാമറോൺ ക്ലെയിനിന് വക്കാണ്ടയും അറിയാം. ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് വിഡോയും ഫാൽക്കണും ഒക്കെ വക്കാണ്ടയിലാണെന്ന് ക്യാമറോൺ ക്ലെയിനിന് അറിയാം. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ പ്രീലൂഡിൽ പറയുന്നുണ്ട്. സോ ക്യാപ്റ്റൻ മാർവൽ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഷീൽഡിലേക്ക് പോകും. ഷീൽഡിൽ വെച്ച് ക്യാമറോൺ ക്ലെയിനിനെ കാണും. ക്യാമറോൺ ക്ലെയിൻ ഇവളെയും കൂട്ടി വക്കാണ്ടയിലേക്ക് പോകും. അങ്ങനെയാണ് ഇവർ തമ്മിൽ, ഈ അവഞ്ചേഴ്സും ക്യാപ്റ്റൻ മാർവലും തമ്മിൽ കാണുന്നത്. സോ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിൽ ഒരു മെയിൻ കണ്ണിയാണ് നമ്മുടെ ക്യാമറോൺ ക്ലെയിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇതുവരെ വളരെ എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എനിക്ക് അറിയുകൂടിയില്ലായിരുന്നു ഇയാളുടെ പേര് ക്യാമറോൺ ക്ലെയിൻ ആണ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. അല്ലാതെ സ്പേസിൽ വെച്ച് ക്യാപ്റ്റൻ മാർവൽ ടോണിയെ കാണാനുള്ള ചാൻസസ് ഒക്കെ വളരെ 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 ലോ ആണ് ഗൈസ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇങ്ങനെ തന്നെ ആവുമ്പോൾ നടക്കുക? അതായത് ക്യാപ്റ്റൻ മാർവൽ മെസ്സേജ് കിട്ടി ഭൂമിയിലേക്ക് വരുന്നു, ക്യാപ്റ്റൻ മാർവൽ ഷീൽഡിലേക്ക് പോകുന്നു, അവിടെ വെച്ച് ക്യാമറോൺ ക്ലെയിനെ കാണുന്നു. ക്യാമറോൺ ക്ലെയിൻ ക്യാപ്റ്റൻ മാർവലിനോട് കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, അവഞ്ചേഴ്സിനെ പറ്റി പറയുന്നു. അതിനുശേഷം അവര് വക്കാണ്ടയിലേക്ക് പോയി അവഞ്ചേഴ്സുമായി കണ്ടുമുട്ടുന്നു. അപ്പം അങ്ങനെ ആവുമ്പോൾ സംഭവിക്കുക, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, അപ്പം ഈ ആഴ്ച വീഡിയോസ് ഇനി ഇടാനുള്ള ചാൻസ് കുറവാണ്, കാരണം എൻട്രൻസ് എക്സാം വരികയാണ്. സോ നമ്മൾ വീഡിയോസ് കുറച്ച് ലാഗായിട്ടായിരിക്കും ഉണ്ടാക്കുക. സോ എന്തായാലും വീഡിയോസ് ഇടും, ഉറപ്പാണ് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടാവുക. മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഈസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്. Aren't you the cutest little thing? Aren't you cute? And what's your name, huh? Fury. What's you? I'll be back.